ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പം ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരാഴ്ചയായിട്ട് എനിക്ക് നല്ല വ്യൂസിന് കുറവ് വന്നിട്ടുണ്ട്. വേറൊന്നും അല്ലായിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ഒരാഴ്ചയല്ല ഒരു 10 ദിവസം കൊണ്ട് ഉത്സവത്തിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരുന്നു. കുഞ്ഞിന് കുറച്ച് വഴിപാടുകളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പുറകിൽ പിന്നെ വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പം താമസിക്കും. അത് കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് വീഡിയോസ് കുറവായിരുന്നു. കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മനസ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്നാലേ കുറേ കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് ഓർമ്മയിൽ വന്ന ടോപ്പിക്കുകളെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് 2-3 കമൻറ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട് ഒരാളുടെ അടുത്തുനിന്ന്. അപ്പം എല്ലാവരും ഇപ്പോൾ ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വരാൻ ഉദ്ദേശിക്കാത്തത്. കാരണം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കൂട്ടുകാരോടോ എൻ്റെ വീട്ടുകാരോടോ ബന്ധുക്കളോടോ ഒരാളോടും ഞാൻ എൻ്റെ ചാനൽ കാണണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ഷെയർ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 1-2 പേരോട് അമ്മയോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡും അറിയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നോ ഇതിനെക്കുറിച്ചുള്ള ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. കാരണം എനിക്കിത് വിജയിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുണ്ടോ, അത് ശരിയാണെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തയുണ്ട് എന്ന് തോന്നിയെങ്കിൽ മാത്രമേ പിന്നീടും ഇത് ആളുകൾ കാണുകയും കേൾക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വലിയ ഒരു രീതിയിൽ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ അതെനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതിലും നല്ലത് നമ്മളൊന്ന് ചെറിയ രീതിയിൽ തുടങ്ങി വരിക, അത് കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി അറിയിക്കുക എന്ന രീതിയിലാണ്. അതായത് ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്കുള്ള അവസരം വരട്ടെ എന്ന് പറയുന്നത്. താൻ പാതി ദൈവം പാതി എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പാതി ആദ്യം ചെയ്യുകയാണ്, അതിനുശേഷം ദൈവത്തിൻ്റെ പാതിക്ക് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എൻ്റെ ശബ്ദം മാത്രം കേൾപ്പിക്കാമെന്ന് കരുതിയത്. കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക്, ഞാൻ ഒരുപാട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എവിടെയെങ്കിലും നിന്ന് ആർക്കെങ്കിലും എന്നെ മനസ്സിലാകാൻ എളുപ്പമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഇത്തിരി മറയത്ത് നിൽക്കാം എന്ന് വിചാരിച്ചത്. അല്ലാതെ ഇരുട്ട് അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല എനിക്ക്. എന്താ പറയുക, സിനിമ ഞാൻ അങ്ങനെ കാണുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ചില മൂവീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ, അങ്ങനെ എനിക്കിഷ്ടമാണ്. തിയേറ്ററിൽ പോകുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഹസ്ബൻഡ് വിളിക്കുമ്പോഴേ എന്നെ അതിന് മാത്രം വിളിക്കില്ല. എനിക്ക് അതിൻ്റെ ഒത്തിരി ശബ്ദമോ ഇരുട്ടോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചില മൂവീസ് നമ്മളുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് അതിന് ഞാൻ പറഞ്ഞത്. മണിച്ചിത്രത്താഴ് അതുപോലുള്ളൊരു മൂവിയാണ്. എനിക്ക് അങ്ങനത്തെ ഒരുപാട് പേരെ അറിയാം. അപ്പം ഞാനിങ്ങനെ അതിനെ ഇതായിട്ട് പറയാം, അത് അവരുടെ മനസ്സാണ്. അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ചിലർ പറയുന്നിട്ടില്ല, പഴയ ആൾക്കാരാണ്, അവരങ്ങനെയാണ്, അവരെ മാറ്റാൻ പറ്റില്ല, നമ്മൾ വേണേൽ മാറിപ്പോ എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ചില മനസ്സുകളും. അവർ അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേയറ്റം ആണ്. അവരൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. എനിക്കങ്ങനെ പരിചയം ഉള്ള ആളുകളുണ്ട്. അത് അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. നമ്മളത് എന്ത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനി ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നിരുന്ന ഒരു കാര്യമാണ്, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനിയും പറയേണ്ട സമയമായിരിക്കുന്നു. ഇത്രയും നാൾ ഞാൻ പൊതുവെ പറഞ്ഞിരിക്കുന്നതെല്ലാം സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കോമണായിട്ട് മനുഷ്യരുടെ മനസ്സിന് ഓരോ സന്ദർഭങ്ങളിലുണ്ടാകുന്ന ചിന്തകളും മറ്റുമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് കുട്ടികളുടെ കാര്യവും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട് കാണും കുറേയെങ്കിലും ആളുകൾക്ക്. പിന്നെ വളരെ കുറച്ച് 307 പേരാണ് എൻ്റെ ചാനലിനൊപ്പം ഇപ്പോൾ ഉള്ളത്. ബാക്കി ഒരുപാട് പേര് കാണുന്നുണ്ട്. എനിക്ക് അത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് വിശദമായിട്ടറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ഡെയിലി ഞാൻ നോക്കും അത്.
അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ബാക്കിയുള്ളവർക്ക് എന്നെ ഇപ്പോഴും ഒരു താല്പര്യക്കുറവുള്ളത് കൊണ്ടായിരിക്കാം അവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്ന് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. മനസ്സെന്താണെന്ന് എനിക്കറിയില്ലല്ലോ പൂർണ്ണമായിട്ടും. എന്തായാലും എന്തെങ്കിലുമൊക്കെ പുതിയ വീഡിയോസ് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ കാണാനും മാത്രമില്ല, എന്നാലും കേൾക്കുമ്പോൾ എന്നോട് ഇഷ്ടം തോന്നട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇനി ഉള്ള വീഡിയോസിൽ ഞാൻ എന്നെക്കുറിച്ച് കുറച്ചുകൂടി, അതായത് എനിക്കുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ആ സന്ദർഭങ്ങൾ, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ് എന്നെക്കുറിച്ച് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പം ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ അനുഭവങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ.